തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിൻ്റെ ആവശ്യപ്രകാരം മക്കൾ പിതാവിനെ സമാധി ഇരുത്തി എന്ന സംഭവത്തിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സമാധി പീഠം പൊളിക്കുക എന്ന തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊളിക്കുക എന്ന തീരുമാനത്തിൽ തന്നെ അവർ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ കുടുംബം അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഹൈക്കോടതിയിലേക്ക് ഞങ്ങളുടെ ഈ മരണം സംഭവിച്ച ഈ സമാധി ചടങ്ങുകളോടനുബന്ധിച്ചുള്ള 41 ദിവസത്തെ ചടങ്ങുകൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് മുന്നേ ഇത്തരത്തിൽ സമാധി പീഠം പൊളിക്കുക എന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നത് അത് തീർച്ചയായിട്ടും ബാധിക്കും, അല്ലെങ്കിൽ ആ ചടങ്ങുകളെ ബാധിക്കും എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കരുതെന്ന ആവശ്യം ഉന്നയിച്ച് കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ മെൻഷനിങ് ചെയ്ത് ഈ ഒരു കേസ്, ഈ ഒരു വിഷയത്തിൽ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് നേടിയെടുക്കുക എന്ന ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പൊളിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം, അതിലിപ്പോൾ വീണ്ടും ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു ആദ്യ ദിവസം തിങ്കളാഴ്ച ഈ ഒരു സമാധി പീഠം പൊളിക്കുക എന്ന തീരുമാനത്തിലേക്ക് അധികാരികൾ എത്തിയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം കുടുംബത്തിൻ്റെ ശക്തമായ എതിർപ്പ് കൊണ്ടും മാത്രമല്ല സാമുദായിക സംഘടനകൾ, മതസംഘടനകൾ അവരുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് അന്നത്തെ ദിവസം ഈ ഒരു സമാധി പീഠം പൊളിക്കുക എന്ന തീരുമാനത്തിൽ നിന്നും പോലീസ് പിന്മാറേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഇനി കുടുംബവുമായി ചർച്ച ചെയ്ത് ഈ സംഘടനകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന തരത്തിലായിരുന്നു അധികാരികൾ. എന്തായാലും അതിനുശേഷം ചില ചർച്ചകളൊക്കെ നടന്നു. മാത്രമല്ല പോലീസിനോട് ഈ ഒരു സ്ഥലത്തെ എങ്ങനെയാണ് ക്രമസമാധാന എങ്ങനെയാണ് എന്ന തരത്തിലുള്ള അതിൻ്റെ വിശദമായ റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അതനുസരിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചു. അതിനനുസൃതമായിട്ടാണ് ഈ ഒരു സമാധി പീഠം പൊളിക്കുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ക്രമസമാധാനം തകരുക എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു റിപ്പോർട്ട് കിട്ടിയതിനനുസരിച്ചാണ് ഈ സമാധി പീഠം പൊളിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തിയത്. ഇനി മുന്നിലുള്ളത് എപ്പോൾ പൊളിക്കും, എന്ന് പൊളിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അധികൃതർ നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും ഇനി അതിലാണ് ഒരു തീരുമാനം വേണ്ടത്. എന്ന് സമാധി പീഠം പൊളിക്കും, എപ്പോൾ പൊളിക്കും എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം മാത്രമേ ഇനി മുന്നിലുള്ളൂ. എപ്പോൾ പൊളിക്കും എന്ന കാര്യത്തിൽ മാത്രമേ ഇനി തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളൂ. എന്തായാലും പൊളിക്കാൻ അനുവദിക്കില്ല എന്ന വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ ആയിരിക്കുന്നത്. പൊളിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം അത് പൊളിക്കണമെന്നൊരു ഉത്തരവ് നൽകിയാൽ തീർച്ചയായിട്ടും ആ നടപടികളിലേക്ക് അധികൃതർ കടക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RDOയുടെ ഈ ഒരു ഉത്തരവ് റദ്ദാക്കണം എന്നൊരു ആവശ്യമൊക്കെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് സമാധി പീഠം പൊളിച്ചു മാറ്റുക എന്ന ഒരു ഉത്തരവ് റദ്ദാക്കണം എന്നൊരു ആവശ്യമൊക്കെ ഇവർ നടത്തുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് ഇവർ നീങ്ങുകയാണെങ്കിൽ ഈ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഈ ഒരു വിഷയത്തിന്മേൽ വരുന്ന ഒരു ഉത്തരവ് എന്തായിരിക്കും എന്നൊരു ചോദ്യചിഹ്നം വളരെയധികം ശക്തമാവുകയാണ്. എന്തായാലും നിലവിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമാധി പീഠത്തിനരികിൽ ഇപ്പോൾ കുറച്ച് നാട്ടുകാരടക്കമുള്ളവരേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ സമാധി പീഠം പൊളിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് അധികൃതരായിരിക്കുന്നത്. പക്ഷേ കുടുംബം അത് അനുവദിക്കില്ല എന്ന വാദത്തിലും ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും RDOയുടെ നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെടുമെന്ന് ഈ കുടുംബത്തിൻ്റെ അഡ്വക്കേറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 41 ദിവസത്തെ ചടങ്ങുകൾ മുടങ്ങരുതെന്ന ആവശ്യം കുടുംബത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് തീരുമാനമാണ് അധികൃതർ എടുക്കുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആഷിനോടൊപ്പം ആൻസിയസ് ബെഞ്ചമിൻ.